സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ രാക്ഷസനായ രാവണൻ പണ്ട് സീതയെ തട്ടിക്കൊണ്ടുപോയി. അതൊക്കെ ഒരു പുരാണവും കെട്ടുകെടുതിയുമാണ്. അതെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത് രാവണൻ കൊണ്ടുപോയത് പുഷ്പക വിമാനമായിരുന്നു. ആ വിമാനത്തിന്റെ പാർട്ടുകൾ തേക്കി നടക്കുകയാണ് ഇപ്പൊ സംഘപരിവാറുകാർ. അത് എവിടെയുണ്ട്? അപ്പൊ അതിനെ എഞ്ചിൻ ആരുണ്ടാക്കി? അത് ആരാണ് പറത്തിയത്? പൈലറ്റ് ആരായിരുന്നു? എവിടെയാണ് അത് ലാൻഡ് ചെയ്തത്? എവിടെയാണ് ടേക്ക് ഓഫ് ചെയ്തത്? അതൊക്കെ കണ്ടുപിടിക്കാൻ നടക്കുകയാണ്. പിന്നെ വേറൊന്നെന്ന് പറയുന്നത്, പിന്നെ ശിവലിംഗം ഏതെല്ലാം പള്ളിയുടെ അടിയിലുണ്ട്? ഇന്ത്യയിലെ ഏതെല്ലാം പള്ളിയുടെ അടിയിലാണ് ശിവലിംഗനുള്ളത്, അല്ലെങ്കിൽ ശിവരാമനുള്ളത്, അല്ലെങ്കിൽ ശ്രീരാമന്റെ ബിംബമുള്ളത് എന്നും പറഞ്ഞിട്ടൊക്കെയാണ്. ലോകം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇവിടെ ഈ ശിവലിംഗവും ശ്രീരാമന്റെ ബിംബവും തപ്പി നടക്കുന്നത്. അത് ഏതെങ്കിലും ചർച്ചിന്റെ അടിയിലുണ്ടോ, ഏതെങ്കിലും മുസ്ലിം പള്ളികളിലുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്ഷേത്രങ്ങൾ പൊളിച്ചു നോക്കണം. ക്ഷേത്രങ്ങൾ പൊളിച്ചു നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ബുദ്ധന്റെ പ്രതിമ അവിടെ കാണും. അതായത് ഹിന്ദുവിന്റെ ക്ഷേത്രമല്ലാതെ അത് ബുദ്ധമത അനുയായികളുടെ, ബുദ്ധമതക്കാരുടെ ക്ഷേത്രങ്ങളായിരുന്നു. അതെല്ലാം ഇടിച്ചു പൊളിച്ചാണ് ക്ഷേത്രങ്ങൾ. എന്തായിരിക്കും അതിൽ നമുക്ക് വിഷയമല്ല. അത് നിങ്ങൾ ഏത് പൊളിക്കാതിരിക്കുകയും, പക്ഷേ മറ്റുള്ള സമുദായങ്ങളുടെ ആരാധനാലയങ്ങൾ പൊളിച്ച് അത് അവിടെ പിന്നെ പണ്ട് ബിംബം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ശിവലിംഗം ഉണ്ടായിരുന്നു എന്നുള്ള ആ വ്യാജ പ്രചരണം നിർത്തണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്ത് ചെയ്യാനൊക്കെ. ഇവിടെ തൊഴിലില്ലാതെ നടക്കുന്ന അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാനൊക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ അമേരിക്കയെയും യൂറോപ്യൻ യൂണിയനെയും ആശ്രയിച്ച് അവര് പറയുന്ന നിയമങ്ങൾ അനുസരിച്ച്, അവർ പറയുന്ന ഉടമ്പടി അനുസരിച്ച്, അവർ പറയുന്ന കരാറിൽ നമ്മൾ ഒപ്പിട്ട് കൊടുത്ത് നമ്മൾ ഇളിഭ്യരാകരുത്, നമ്മൾ മണ്ടന്മാരാകരുത്. മോഡിക്ക് സ്വന്തമായിട്ട് സംസാരിക്കാനുള്ള കഴിവില്ലാത്ത വ്യക്തിയാണ്. സ്വന്തമായിട്ട് കഴിവില്ല. ഒരു ഭാഷയും അറിഞ്ഞാണ്, ആകെ അറിയാവുന്ന ഹിന്ദിയാണ്. പണ്ട് താലിബാൻ എന്ന് പറയുന്നത് ശത്രുവായിരുന്നു. ഇപ്പൊ താലിബാൻ അവരുടെ മിത്രമാണ്. താലിബാനും RSSും ഒക്കെ ഒരേ അമ്മ പറ്റ സഹോദരങ്ങളാണ്. അപ്പോ അത് നമ്മൾ കണ്ടതാണ്. ഇവിടെ ചുവപ്പ് പരവതാനി വിരിച്ച് താലിബാന്റെ വിദേശകാര്യമന്ത്രിയെ സ്വീകരിച്ചു. നേരെ പോയത് നാഗ്പൂരിലാണ്, RSS കാര്യാലയത്തിലേക്കാണ് അയാൾ പോയത്. അപ്പൊ ഇങ്ങനെ ട്രംപ് പറയുമ്പോഴും പിന്നെ മോഡി പറയുമ്പോഴും നമ്മൾ കേട്ട് ജീവിക്കാൻ നമ്മൾ ഇപ്പോഴും അടിമത്തത്തിലാണ് കഴിയുന്നത്. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ ഇന്ത്യക്കാരാണ്, പ്രത്യേകിച്ച് നമ്മൾ കേരള